നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന NCDയുടെ ഗ്ലോബൽ ഫോറം ഷാർജയിൽ നടന്നു. NCD മൂലമുള്ള മരണനിരക്ക് 25% കുറയ്ക്കണമെന്ന് ഗ്ലോബൽ ഫോറം നിർദ്ദേശിച്ചു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രതിനിധികൾ ഫോറത്തിൽ സംബന്ധിച്ചു. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന NDCയുടെ സാധ്യതകളും വെല്ലുവിളികളുമാണ് ഈ രാജ്യാന്തര സമ്മേളനം ചർച്ച ചെയ്തത്. ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ഗ്ലോബൽ ഫോറത്തിൽ പങ്കെടുത്തു. അൽ കാസ്മിയുടെ ഭാര്യയും ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് സ്ഥാപകയുമായ ഷെയ്ഖ ജവാഹിർ ബിന്ത് മുഹമ്മദ് അൽ കാസ്മിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഗ്ലോബൽ ഫോറം വലിയ പ്രതീക്ഷകളാണ് മുന്നോട്ട് വച്ചതെന്ന് ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ സ്വാസാൻ അബ്ദുൽ സലാം ജയ്ഹിന്ദ് ന്യൂസിന് പറഞ്ഞു. The NCD was added on the global agenda of the United Nations. I think it will be very important. This is happening first in the world, and I think the outcome will build the momentum on what is the vision and the objective on how to limit the non-communicable disease. ഹെൽത്തി കരീബിയൻ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ട്രീവർ ഹാസലും ചടങ്ങിൽ അതിഥിയായെത്തി. It's the first gathering of civil society organizations to meet to discuss the prevention and control of chronic non-communicable diseases known as NCDs. So that is particularly important. ഇങ്ങനെ പൂർണ്ണ സാങ്കേതിക മികവിൽ മെഡിക്കൽ ഗവേഷണ കേന്ദ്രങ്ങൾ, ക്യാൻസർ ഗവേഷണ കേന്ദ്രം എന്നിവയും ഫോറത്തിന്റെ ഭാവി പദ്ധതികളുടെ ഭാഗമായി നടപ്പാക്കും. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.